നിങ്ങൾ പലപ്പോഴായിട്ട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ് മാപ്പ് മാർക്കിംഗ് വേണം സാറേ, മാപ്പ് മാർക്കിംഗ് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യുക. പല ആൾക്കാർക്ക് അങ്ങനെ ചെയ്തപ്പോൾ മാർക്ക് കിട്ടിയില്ലെന്നൊക്കെ പറയലുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾക്ക് എന്തായാലും ഫൈനൽ എക്സാമിന് മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള മാപ്പ് മാർക്കിംഗ് ഏറ്റവും സിമ്പിളായിട്ടാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മുന്നേ പഠിപ്പിച്ച കാര്യമാണ്, ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യാണ്. ഇതേപോലെയാണ് ചോദ്യം വരിക. മാപ്പ് മാർക്കിംഗ് എഴുതി ഒന്ന് ABCD എന്ന് എഴുതിയിട്ടുണ്ടാവും, 4 കാര്യങ്ങൾ അടയാളപ്പെടുത്താനുണ്ടാവും. അപ്പോൾ ഏറ്റവും ആദ്യം ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈസ്റ്റേൺ ഘട്ട് ഒരു മൗണ്ടെയിനാണ്, മാൾവ പ്ലാറ്റു എന്ന മാൾവ പീഠഭൂമിയാണ്, മഹാനദിയുണ്ട്, കൺല പോർട്ട് തുറമുഖമുണ്ട്. ഓക്കെ, ഈ 4 കാര്യങ്ങൾ ഇതുപോലെ 4 എണ്ണമാണ് വരിക. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് മൗണ്ടെയിൻസ് ആണ്, പർവ്വതങ്ങളാണ്. ഈ പർവ്വതങ്ങളിൽ നമുക്കറിയാം ഹിമാലയാസ് ഉണ്ട്, അതുപോലെ പെനിൻസുലാർ മൗണ്ടെയിൻസ് ഉണ്ട്. ഇതിൽ ഹിമാലയൻ മൗണ്ടെയിൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിൽ ഈ കശ്മീരിൻ്റെ മുകളിൽ വരയ്ക്കുന്ന ഈ ഒരൊറ്റ ലൈൻ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ നോക്കേണ്ടത് 3 ലൈൻസ് ആണ്. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്ന് പറഞ്ഞാൽ 3 ലൈൻസ് ആണ് ഉണ്ടാവുക. പക്ഷെ ആ 3നും കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് ഒരു ലൈൻ ഇട്ടാൽ മതി. അത് മാത്രം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. നോക്കാം, ഇതാണ് കാരകോറം എന്ന് പറയുന്നത്. ഏതാണ് കാരകോറം എന്ന് പറയുന്നത്? ഇത് തന്നെയാണ് ലഡാക്ക്, ഇത് തന്നെയാണ് സസ്കർ. അപ്പോൾ ഇത് 3 ആയി, സസ്കറായി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഇവിടെ നമുക്കറിയാം ഇതിന് മുകളിലൂടെ ഈ പോകുന്ന ലൈൻ ഹിമാദ്രി, തൊട്ട് താഴെ ഹിമാചൽ, അതിന് താഴെയായിട്ട് ശിവാലിക്, ഇങ്ങനെ 3 മൗണ്ടെയിൻസ് ഉണ്ട്. ഈ 3ഉം കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ട, പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മൗണ്ടെയിൻ ഉണ്ട്, ആ മൗണ്ടെയിനാണ് ഹിമാലയം. ആ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് ആരുണ്ട്? ഹിമാചൽ ഉണ്ട്, അതുപോലെ ഹിമാദ്രി ഉണ്ട്, അതുപോലെ നമ്മുടെ ശിവാലിക് ഉണ്ട് എന്നുള്ള ഓർഡറിൽ അങ്ങ് പഠിച്ചു വെക്കുക. അപ്പോൾ ഹിമാചൽ ചോദിച്ചാലും ശിവാലിക് ചോദിച്ചാലും ഇതാ ഈ ഒരു വര മാത്രം മതി, ഇത് മാത്രം മതി. ഓക്കെ, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ആലോചിക്കേണ്ടത് ഈസ്റ്റേൺ ഹൈലാൻഡിന്റെ ഭാഗമായുള്ള പടുക്കായ് ഭൂമി, നാഗ ഹിൽസ്, മിസോ ഹിൽസ്. ഇത് മുകളിലുള്ളത് പിയും നടുക്കുള്ളത് എന്നും താഴെയുള്ളത് എം. PNM പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ആലോചിച്ച് വെക്കാം. പി പടുക്കായ്, എൻ നാഗ, എം മിസോ ഹിൽസ്. ഓക്കെ, ഈ 3ഉം എന്തായാലും പഠിച്ചു വെക്കാം. അതുപോലെ ഇതിനകത്തൊരു വരയിട്ട് കഴിഞ്ഞാൽ ഇതാണ് ഗാസി ഗാരോ ജയന്തിയ. ഞാൻ ഇതിനെ KKJ എന്ന് എഴുതുന്നുണ്ട്, ഗാസി ഗാരോ ജയന്തി, അത് അവിടെ ഉണ്ട് കേട്ടോ. നോക്കുക, ഇവിടെ ബേ ഓഫ് ബംഗാൾ ഉണ്ട്. ഈ ബേ ഓഫ് ബംഗാളിന് പാരലലായിട്ട് ഇവിടെ നമ്മളൊരു ഡോട്ടഡിൽ ഒരു ഇങ്ങനെ ഇടയിൽ ഒരു വരയിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ, ആ ഗ്യാപ്പിലൂടെ നമ്മളൊരു വരയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബേ ഓഫ് ബംഗാളിന് പാരലായിട്ടല്ല, അതാണ് ഈസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത്, അഥവാ പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ അറേബ്യൻ സീക്ക് പാരലായിട്ട് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ, അതാണ് വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത്. വെസ്റ്റേൺ ഘട്ടം എന്നുണ്ടെങ്കിൽ നമ്മളതിനെ പശ്ചിമഘട്ടം എന്ന് പറയും. എന്ത് പറയും? പശ്ചിമഘട്ടം എന്ന് പറയും, പശ്ചിമഘട്ടം. ഓക്കെ, ഇനി ഇന്ത്യയുടെ മധ്യഭാഗം എന്ന് പറയുമ്പോൾ ഈ ഗുജറാത്തിൻ്റെ സെൻറ്റർ പിടിക്കാം. ഓക്കെ, ഈ ഗുജറാത്തിൻ്റെ സെൻറ്റർ നിങ്ങോട്ട് നോക്കുക, ഇവിടെ. അപ്പോൾ ഇന്ത്യയുടെ മധ്യഭാഗത്തായിട്ട് ലൈൻ ഇട്ട് കൊടുക്കാം, അതാണ് നമ്മുടെ വിന്ധ്യ സത്പുര. വിന്ധ്യ മുകളിലും സത്പുര താഴെയും. ഇത് വിന്ധ്യയാണ്, താഴെ ആരുണ്ട്? സത്പുര ഉണ്ട്, വിന്ധ്യ സത്പുര. ഓക്കെ, വിന്ധ്യ സത്പുര, VS എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ നമുക്ക് ഇവിടെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു അയൽ രാജ്യമുണ്ട്. പാകിസ്ഥാൻ, സംഭവം പാകിസ്ഥാൻ ഒരു പാരയാണ്, നമുക്ക് എപ്പോഴും പാര തരുന്ന ആളാണ്. ഈ പാകിസ്ഥാൻ പാരലായിട്ട് ഈ മൂട്ടിൽ കൊണ്ട് ഇവിടെ വരയ്ക്കരുത്, കുറച്ച് അകത്തി വരയ്ക്കുക. ചില ആൾക്കാർക്ക് മാർക്ക് പോകുന്ന കാരണം കൊണ്ടാണ് കുറച്ച് അകന്നിട്ട് ഇവിടെ എങ്ങനെ വരയ്ക്കാം. ഇതാണ് ആരവല്ലി എന്ന് പറയുന്നത്. അല്ലാതെ എന്ത് ചെയ്ത് ഇവിടെ ആരവല്ലി എന്ന് എഴുതാനുള്ള ഒരു ഗ്യാപ്പെങ്കിലും വേണം. ഇതിന് രണ്ടിൻ്റെ ഇടയിൽ ആരവല്ലി എന്ന് എഴുതാനുള്ള ഗ്യാപ്പെങ്കിലും ഇട വേണം, അല്ലാതെ ഇവിടെ മൂട്ടിൽ കൊണ്ടുപോയി വരയ്ക്കരുത്. ഇവിടെ പാകിസ്ഥാൻ ആണെങ്കിൽ കുറച്ച് അകത്തിയുടെ ഇവിടെ, വല്ലാതെ ഇവിടെയും കൊണ്ടുപോയി വരയ്ക്കരുത്. ഇതിങ്ങനെ ക്രോസ് ആയിട്ട് വരയ്ക്കരുത്. എന്ത് ചെയ്യണം? ഇതിന് ഇവിടെ ഒരു വര ഉണ്ടെന്ന് വിചാരിക്കുക, പാകിസ്ഥാൻ്റെ ലൈനാണ്, അതിന് പാരലായിട്ട് ഇവിടെ വരയ്ക്കുക, എന്നാൽ അതിന് മാർക്ക് കിട്ടത്തുള്ളൂ. ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ ഇനി ഇതാണ് ആരവല്ലി എന്ന് പറയുന്നത്. സെറ്റാണ്. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് റിവേഴ്സ് ആണ്. ഏതാണ് റിവേഴ്സ്? റിവർ എന്ന് വെച്ചാൽ നദികൾ എന്ന് പറയും. നദികൾ പ്രധാനമായിട്ട് നമുക്ക് എന്ത് നോക്കിയാൽ മതി? പെനിൻസുലാർ നദികൾ ആലോചിച്ചാൽ മതി. അത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം, ഇവിടെ നമുക്കറിയാം, ഇവിടെ ഈ ഒരു ബേ ഓഫ് ബംഗാളിലേക്ക് നോക്ക്. ഈ ബേ ഓഫ് ബംഗാൾ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തല്ലോ. ഈ ബേ ഓഫ് ബംഗാളിലെ തീരം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ തന്നെ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇതുവരെയാണ് ബേ ഓഫ് ബംഗാളിൻ്റെ തീരമുള്ളത്. ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാളിൻ്റെ കോസ്റ്റ് ഇതുവരെയാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗം കാണാം. ആ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഭാഗത്ത് ചെറിയ ലൈൻ ഇട്ടാൽ പോരാ, അത്യാവശ്യം തിരക്കില്ലാതെ ഒരു മീഡിയം ലൈൻ ഇടാം. ഒരു മീഡിയം വരടങ്ങൾ ലൈൻ ഇടാൻ ഭയങ്കര മിടുക്കന്മാരെ നിനക്കറിയാം. ആ ലൈനല്ലേ ഈ ലൈൻ, ഒരു ബര. ആ ലൈൻ അത്യാവശ്യം വലുപ്പത്തിലിടുക. ഇതാണ് എം എന്ന് പറയുന്നത്. എം എന്ന് വെച്ചാൽ മഹാനദി. ഇനി ഇങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് ഇന്ത്യക്കൂടെ വലിയൊരു വളവ് കാണാം. ഇവിടെ അങ്ങനെ രണ്ട് കുനിപ്പൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു വളവ് ഇങ്ങനെ കാണാം, ഒരു നല്ലൊരു വളവ്, ഒരു കൊക്ക പോലെ വളവ്. ആ വളവിൻ്റെ മുകളിലേക്ക് ഒരു ലൈൻ ഇടാം, ആ വളവിൻ്റെ താഴെ ഒരു ലൈൻ ഇടാം. ഈ വളവിൻ്റെ മുകളിലുള്ള ലൈനാണ് ജി എന്ന് വെച്ചാൽ ഗോദാവരിയാണ്. അടുത്ത ലൈനാണ് കെ എന്ന് വെച്ചാൽ കൃഷ്ണയാണ്. അപ്പോൾ കൃഷ്ണയായി, ഗോദാവരിയായി. ഇനി ഏറ്റവും താഴെയായിട്ട് നമ്മുടെ തമിഴ്നാടിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു തെറിച്ച് നിൽക്കുന്ന ഭാഗം കാണാൻ പറ്റും മാപ്പിൽ. അവിടെ എന്ത് ചെയ്യുക? അതിൻ്റെ സെൻറ്ററിലേക്ക്, അതിൻ്റെ മേലേക്കും വരയ്ക്കണം, താഴേക്കും വരയ്ക്കണം. എവിടെ വരയ്ക്കണം? അതിൻ്റെ സെൻറ്ററിലേക്ക് എന്ത് ചെയ്യുക? ഒരു ലൈൻ ഇടാം. ആ സെൻറ്ററിലേക്ക് ഇടുന്നതാണ് ഏതെന്ന് പറയുന്നത്? കാവേരി എന്ന് പറയുന്നത്, നമ്മുടെ കാവേരി നദി. ഓക്കെ, ഇനി നർമ്മദയും താപ്തിയും അടയാളപ്പെടുത്തണം. ഈ ഗുജറാത്തിൻ്റെ ഇവിടെയായിട്ട് ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു ഭാഗം കണ്ടങ്ങൾ, ഗുജറാത്തിൻ്റെ ഇവിടെ കയറി നിൽക്കുന്ന ഒരു ഭാഗം. ആ കയറി നിൽക്കുന്നതിന് അകത്തേക്ക് ഒരു വര വരച്ച് കഴിഞ്ഞാൽ, മുകളിലേക്ക് വരയ്ക്കരുത്, തെറ്റാണ്. താഴെയും വരയ്ക്കരുത്, തെറ്റാണ്. അതെല്ലാം തെറ്റാണ്. കറക്റ്റ് വരയ്ക്കേണ്ടത് ആ ഗുജറാത്തിലേക്ക്
ഇങ്ങനെ ആ ഇടയിൽ കയറി നിൽക്കുന്ന ഭാഗത്ത് മുകളിൽ നർമ്മദയാണ്, തൊട്ട് താഴെ താപ്തിയാണ്. രണ്ടിനും കൂടെ ഒരു ലൈൻ മതി, അവർ അഡ്ജസ്റ്റ് ചെയ്തോളും. ഓക്കെ, നർമ്മദയായി താപ്തിയായി. ഇനി ഇവിടെ ഇൻഡസ് ഉണ്ട്, പഠിച്ചു വെക്കാം. ഇവിടെ ഗംഗയുണ്ട്, ഇവിടെ നമ്മുടെ ബ്രഹ്മപുത്ര ഉണ്ട്. ചോദിക്കാൻ സാധ്യതയില്ലാത്ത റിവേഴ്സ് ആണ്, എന്നാൽ അവിടെയാണെന്നുള്ള കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് അടയാളപ്പെടുത്താനുള്ളത് പോർട്ടുകളാണ്, തുറമുഖങ്ങളാണ്. പീഠഭൂമി അടയാളപ്പെടുത്താം. ഇതാ നോക്കൂ, ഇവിടെ ഈ മൗണ്ടൻ ഏതായിരുന്നു? ഇത് വിന്ധ്യ സത്പുര. ഈ വിന്ധ്യ സത്പുരയുടെ മുകൾ ഭാഗത്ത് ഒരു ഷെയ്ഡ് കൊടുത്താൽ, മുകളിൽ ഒരു ഷെയ്ഡ് കൊടുത്താൽ ഇതാണ് മാൾവ പീഠഭൂമി. ഏതാണ്? മാൾവ. നമുക്കതിനെ ഇങ്ങനെ പറയാൻ പറ്റും, മുകളിൽ മാൾവ. ഈ വിന്ധ്യ സത്പുരയുടെ മുകളിലാണ് മാൾവ എന്ന് അടയാളപ്പെടുത്താം. ഓക്കെ, ഇനി വിന്ധ്യ സത്പുരയുടെ റൈറ്റ് സൈഡിൽ, വലത് സൈഡിൽ, താഴെ ഒരാളുണ്ട്. ട്രയാങ്കുലർ ഒരു ത്രികോണാകൃതിയിൽ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്യൂ ഉണ്ട്. അതാണ് നമുക്ക് ഡെക്കാൻ പ്ലാറ്റ്യൂ. ഡെക്കാൻ. അപ്പം വിന്ധ്യ സത്പുരയുടെ താഴെയാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? വിന്ധ്യ സത്പുരയുടെ താഴെ എന്നുള്ളത് ഡൗൺ ഡെക്കാൻ. ഡൗൺ എന്ന് വെച്ചാൽ താഴെ ഡെക്കാൻ പ്ലാറ്റ്യൂ ആണ്. DP എന്ന് പറയും, ഡൗൺ ഡെക്കാൻ പ്ലാറ്റ്യൂ. ഓക്കെ, യെസ്. ഇനി വിന്ധ്യ സത്പുരയുടെ റൈറ്റ് സൈഡിൽ, വലത് സൈഡിൽ ഒരാളുണ്ട്. വലത് സൈഡിൽ തിരക്കില്ലാത്ത വലുപ്പത്തിലൊരു പ്ലാറ്റ്യൂ മാർക്ക് ചെയ്യുക. ഇതാണ് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ. ഏതാണ്? ചോട്ടാ നാഗ്പൂർ എന്ന് പറയുന്ന പ്ലാറ്റ്യൂ. ഓക്കെ, യെസ്. ഇനി നമ്മുടെ ഗുജറാത്തിനകത്ത് മുകളിൽ ഒരു ഷെയ്ഡ് കൊടുക്കുക, താഴെ ഒരു ഷെയ്ഡ്, മുകളിലും താഴെയായിട്ട് ഒരു ഷെയ്ഡ് കൊടുക്കുക. ഈ മുകളിലുള്ളതാണ് കച്ച്. ഓക്കെ, കച്ച്. താഴെയുള്ളതാണ് കത്തി. ഓക്കെ, കത്തിയവാർ എന്നാണ് പറയുക. അപ്പം നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി, കച്ച് കത്തി. ഗുജറാത്തിൽ കച്ച് കത്തി, ഗുജറാത്തിൽ കച്ച് കത്തി എന്നാലേക്ക് അതും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാറ്റ്യൂ എന്ന് പറയുന്ന ഭാഗം, പ്ലാറ്റ്യൂസ്. ഓക്കെ, യെസ്. ഇനി നോക്കേണ്ടത് നമുക്ക് പോർട്ടാണ്. പോർട്ട് അടയാളപ്പെടുത്താൻ വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം ഇവിടെ ഗുജറാത്തിൻ്റെ ഈ ഒരു ഉള്ളിൽ ഒരാളെ മാർക്ക് ചെയ്യുക. അത് നമ്മൾ പറയുന്നത് കണ്ടില്ല എന്നാണ്. കണ്ടില്ല എന്നാലോചിക്കണം. കണ്ടില്ല എന്ന് പറയുമ്പോൾ ഒളിച്ചിരിക്കാൻ പറ്റിയ ഗ്യാപ്പ് ഏതാണ്? ഈ ഗുജറാത്തിൻ്റെ ഈ ഒരു ഗ്യാപ്പാണ്. അപ്പോൾ കണ്ടില്ല അവിടെ. ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു അറേബ്യൻ സീ കോസ്റ്റിൽ, അറേബ്യൻ സീയുടെ തീരത്ത്, യെസ്, നമുക്കൊരു 4 ഡോട്ട് ഇടണം. ഒരേ അകലത്തിൽ എത്ര ഡോട്ട് ഇടണം? 4 ഡോട്ട് ഇടണം. 4 ഡോട്ട്, ഏകദേശം ഒരേ അകലത്തിൽ 4 ഡോട്ട് ഇട്ട്. ഈ മുകളിലുള്ളതിന് നമ്മൾ MN എന്ന് പറയും, രണ്ടാമത്തിന് നമ്മൾ MG എന്ന് പറയും, മൂന്നാമത്തിന് നമ്മൾ MGL എന്ന് പറയും, അവസാനത്തിന് നമ്മൾ പഴയ കൊച്ചി തന്നെ, കൊച്ചി എന്നും പറയും, കൊച്ചിയായി. ഓക്കെ, ഈ MN എന്ന് പറയുന്നത് മുംബൈ നവശേവ, MG എന്ന് പറയുന്നത് മർമഗോവ, MGL എന്ന് പറയുന്നത് മാംഗ്ലൂർ, മംഗലാപുരം. അപ്പം 3 ആയേ. അപ്പം ഇതേതായിരുന്നു? മുംബൈ നവശേവ. ഇതേതായിരുന്നു? MG മർമഗോവ. ഇതേതായിരുന്നു? MGL മാംഗ്ലൂർ. ഇതേതായിരുന്നു? കൊച്ചി. ഓക്കെ, ഇനി നോക്കാം. ഇവിടെ നമ്മൾ കാവേരി റിവർ മാർക്ക് ചെയ്തിരിക്കും, കാവേരി നദി. ഈ കാവേരിയുടെ താഴെയായിട്ട് ഒരാളെ മാർക്ക് ചെയ്യുക. ഇതാണ് തൂത്തുക്കോറിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മംഗലാപുരത്തിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരാളെ മാർക്ക് ചെയ്യുക. ഇതാണ് ചെന്നൈ. അപ്പം മംഗലാപുരത്തിന് നേരെ അപ്പുറത്തായിട്ട് ആരുണ്ട്? ചെന്നൈ ഉണ്ട്, നമ്മുടെ ചെന്നൈ. ഓക്കെ, ഇനി നമ്മുടെ ഇവിടെ വളവ്. ഈ വളവ് കഴിഞ്ഞ് കുറച്ച് മുകളിൽ, വളവിൻ്റെ മുകളിലായിട്ട് VV ആലോചിക്കുക. VV എന്ന് വെച്ചാൽ വിശാഖപട്ടണം. ഏതാണ്? വിശാഖപട്ടണം. വളവ് വി വെച്ച് തുടങ്ങുന്ന ആ ഒരു പോർട്ട്, അതേതാണ്? വിശാഖപട്ടണം. ഓക്കെ, വിശാഖപട്ടണമാണത്. ഓക്കെ, ഇനി മഹാനദി നമ്മുടെ ഇത് ഇവിടെയായിരുന്നു. മഹാനദിയുടെ ആദ്യത്തെ ആ ഒരു പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഭാഗം, അവിടെ തന്നെ നമുക്ക് ഒരാളെ മാർക്ക് ചെയ്യാനുണ്ട്. അയാളാണ് നമ്മുടെ യെസ്, പാരദ്വീപ് എന്ന് പറയുന്നത്. പാര വെക്കാൻ ചാൻസുള്ളതാണ് പാരദ്വീപ്, മറക്കണ്ട, അവിടെയാണ് സ്പോട്ട്. ഓക്കെ, യെസ്. ഇനി അവസാനമായിട്ട് ഈ എൻഡിൽ, നമ്മുടെ ഇന്ത്യയുടെ എൻഡിൽ ഒരാളെ മാർക്ക് ചെയ്യാം. അതാണ് കൊൽക്കത്തയും ഹാൽദിയ. ഇവിടെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അല്ല മാർക്ക് ചെയ്യേണ്ടത്, ഇത് നോർത്ത് ഈസ്റ്റ് ആണ്. ഇവിടെ കൊണ്ടുപോയി മാർക്ക് ചെയ്യരുത്, ഇവിടെയാണ്. ഇത് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യമാണ്. ഈ ബംഗ്ലാദേശിൻ്റെ ഇവിടെയായിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്, ഇപ്പുറത്ത്. ഓക്കെ, ഇന്ത്യയുടെ ഈ ഒരു ബംഗാളിലാണ് മാർക്ക് ചെയ്യേണ്ടത്, ത്രിപുരയിലും മിസോറാമിലല്ല. ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്, കൊൽക്കത്തയും ഹാൽദിയും. ഇതാണ് നമ്മുടെ പോർട്ടുകൾ, പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് തീരപ്രദേശമാണ്. തീരം എന്ന് പറയുമ്പോൾ നോക്കുക, ഇവിടെ ഗുജറാത്ത് കോസ്റ്റ് ഉണ്ട്, ഗുജറാത്തിൻ്റെ തീരം. ഈ ഗുജറാത്ത് മുതൽ കേരളം വരെ വരച്ചാൽ നമുക്ക് ഏതാണ്? കൊങ്കൺ തീരമാണ്, കൊങ്കൺ. അതുപോലെ ഈ കേരള തീരത്തിന് മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പേര് മലബാർ എന്നാണ്, മലബാർ. നമ്മുടെ ആ ഒരു നോർത്ത് ഈസ്റ്റ് മൺസൂണൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന തീരമാണ് കോറമണ്ടൽ തീരം. ഏതാണ്? കോറമണ്ടൽ, തമിഴ്നാടിൻ്റെ തീരമാണ് കോറമണ്ടൽ. അതിന് മുകളിലോട്ടുള്ള തീരമാണ് നമ്മുടെ നോർത്ത് സിർക്കാർ എന്ന് പറയുന്നത്, നോർത്ത് സിർക്കാർ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 4 മാർക്ക് അവിടെ സുനിശ്ചിതമാണ്. ഇനി നമുക്ക് ഇതൊന്ന് അടയാളപ്പെടുത്തി നോക്കാം. പാരദ്വീപാണ് അടയാളപ്പെടുത്താൻ. പാരദ്വീപ് ഇവിടെയാണ്. അപ്പം നമ്മളിവിടെ എന്ന് മാത്രം ഇട്ടാൽ പോരാ, എന്തും കൂടെ അടയാളപ്പെടുത്തണം. പാരദ്വീപ് എന്ന് ഇവിടെ എഴുതണം. അടുത്ത് കാരക്കോറം റേഞ്ച് ആണ്. കാരക്കോറം ലഡാക്ക് സസ്കർ ഏറ്റവും മുകളിലാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു വരയിട്ട് കഴിഞ്ഞാൽ ഇതാണ് കാരക്കോറം എന്ന് പറയുന്നത്. ഇതാണ് കാരക്കോറം. ഇവിടെ എഴുതാം, എന്നല്ല B എന്നിട്ടിട്ട് കാരക്കോറം എന്ന് എഴുതാം. കൊങ്കൺ കോസ്റ്റ് ആണ് അടയാളപ്പെടുത്താൻ പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഗുജറാത്ത് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഗുജറാത്ത് കഴിഞ്ഞ് അതിൻ്റെ താഴെയാണ് കൊങ്കൺ. ഇവിടെയാണ് കൊങ്കൺ കോസ്റ്റ് അടയാളപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എഴുതണം, കൊങ്കൺ എന്ന് എഴുതണം. C എന്നിട്ടിട്ട് കൊങ്കൺ കോസ്റ്റ് എന്ന് എഴുതാം. അടുത്ത
അടുത്ത് നമ്മൾ അടയാളപ്പെടുത്താൻ പറയുന്നത് കാവേരി റിവറാണ്, കാവേരി നദി. അപ്പോൾ കാവേരി നദി മാർക്കുകയാണെങ്കിൽ ഇത് തമിഴ്നാട്ടിൽ ഇവിടെ ഇങ്ങനെ ഏറ്റവും താഴെയുള്ള ഒരു ഭാഗത്താണ്, നമുക്കറിയാം താഴെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഭാഗത്താണുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വര ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ വരയാണ് ഏതെന്ന് പറയുന്നത് കാവേരി റിവർ. കാവേരി നമ്മൾ എന്ത് ചെയ്തു, ഡി എന്നിട്ടിട്ട് കാവേരി നമ്മൾ അടയാളപ്പെടുത്തി. ഇത്രയുള്ള സംഭവം. അപ്പോൾ ABCD അടയാളപ്പെടുത്തി. അപ്പോൾ നമുക്ക് 1 2 3 4 ശരി 4 മാർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് മാപ്പ് മാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഫസൽ സാറിന് പറയാനുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഇങ്ങോട്ട് കയറി വരാനും ഒരു മടി ഉണ്ടാകാൻ പാടില്ല. ഫ്രണ്ട്സിനോട് മൊത്തം പറഞ്ഞോളൂ. വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു അഗെയിൻ.